ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടിട്ടുള്ള മാങ്ങയാണ്. ഇത് മലമാങ്ങ എന്ന് പറയും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാനത് ജ്യൂസ് അടിച്ച് കഴിച്ചിട്ടില്ല, വെറുതെ തിന്നിട്ടുള്ളൂ കേട്ടോ. വെറുതെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കടിച്ച് തിന്നാൻ നല്ല രസമാണ്. തൊലിയും കൂടി നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോണത്. ഇപ്പം നല്ല ചൂടും വെയിലും ഒക്കെ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊരു മാങ്ങ ജ്യൂസ് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 മാങ്ങ എടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. പിന്നെ നമ്മളിത് നോർമൽ മാങ്ങ പോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞു പോകും, അത്രയും പഴുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതേപോലെ കത്തി കൊണ്ട് ഇങ്ങനെ ചരണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതാ മാങ്ങൻ്റെ പഴുപ്പ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2.5 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. കാരണം മാങ്ങക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് മാങ്ങ എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ചാണ് കേട്ടോ പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിതിൽ നോർമൽ വെള്ളത്തിലാണ് അടിക്കുന്നത്, കാരണം നല്ല ചൂടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പാൽ അടിക്കണമെന്നുണ്ടെങ്കിൽ പാല് അടിക്കാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. തരിയൊന്നും ഇല്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിതിന് അരിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ. കാരണം ഇതിൽ ഒരുപാട് തരിയൊന്നും ഉണ്ടാവില്ലല്ലോ, ആ ഒരു മാങ്ങൻ്റെ ആ ഒരു നാരും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ എത്രത്തോളം വെള്ളം വേണം അത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ പിന്നെ ആ ഒരു മാങ്ങൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ പോകും. അപ്പൊ നമ്മൾ 3 മാങ്ങ എടുക്കുന്നതുകൊണ്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. 2 ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ജ്യൂസ് ഒഴിച്ച് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ. ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിക്കാൻ നല്ല റിഫ്രഷിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലീഫ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.